ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് ഡോക്ടർ റോബിന്റെ പുതിയൊരു വീഡിയോ കണ്ടു നോക്കാം. ഡോക്ടർക്ക് ഇന്നും ഒരു അച്ചീവ്മെന്റ് ലഭിച്ചിരിക്കുകയാണ്. കേരള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് അസോസിയേഷന്റെ പോപ്പുലർ ഫേസ് ഓഫ് ദി ഇയർ അവാർഡ് 2024 ഡോക്ടർ റോബിനാണ് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹം തന്റെ പേജിൽ തന്നെ ഈ പോസ്റ്റർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ അവാർഡ് 27 ജൂലൈയിൽ അദ്ദേഹത്തിന് സമ്മാനിക്കുന്നതാണ് കോഴിക്കോട് വെച്ച്. അപ്പോൾ ഇപ്പോഴും വർഷം 2 കഴിഞ്ഞിട്ടും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ഡോക്ടർ റോബിന് ഇപ്പോഴും മോസ്റ്റ് പോപ്പുലർ ഫേസ് ആയിട്ട് തന്നെ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് ലഭിച്ചത്. അപ്പോൾ അദ്ദേഹത്തെ ഒരിക്കൽ കൂടി കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട് ഈ വീഡിയോടൊപ്പം തന്നെ ഡോക്ടർ റോബിൻ തൻ്റെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന മറ്റൊരു പോസ്റ്റാണ് ലക്ഷ്മിപ്രിയയുടെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗം. കാരണം ലേഖകൻ ലക്ഷ്മിപ്രിയയോട് ചോദിക്കുന്നുണ്ട്, ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം ആരുമായിട്ടൊന്നും കോണ്ടാക്റ്റ് ഒന്നും ഇല്ല. അപ്പോൾ ലക്ഷ്മിപ്രിയ എടുത്തു പറയുന്ന ഒരു സീനാണ് ഡോക്ടർ റോബിനുമായിട്ട് മാത്രമേ തനിക്ക് കോണ്ടാക്റ്റ് ഉള്ളൂ എന്ന്. ആ ഒരു വീഡിയോയും ഞാൻ ഇതോടൊപ്പം തന്നെ പങ്കുവെക്കുന്നു. നമുക്ക് അപ്പം വീഡിയോ ഒന്ന് കണ്ടു. കുറെ ചെറിയ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നല്ലോ. അപ്പം ഇപ്പോഴും സ്റ്റിൽ കോണ്ടാക്ട്സ് ഉണ്ടോ? കോണ്ടാക്ട്സ് ഉള്ളത് എനിക്ക് റോബിന്റെ അടുത്ത് മാത്രമാണ്. എനിക്ക് വേറെ ആരുമായിട്ടും കോണ്ടാക്ട് വേണ്ട. അത് ഞാൻ അന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ഞാനൊരു ചെറിയ യാത്ര, ഇപ്പൊ ഇവിടുന്ന് ട്രിവാൻഡ്രം വരെ ഞാൻ ഫ്ലൈറ്റിലോ അല്ലെങ്കിൽ ട്രെയിനിലോ യാത്ര ചെയ്താൽ പോലും കുറെ സൗഹൃദങ്ങൾ എന്റെ കൂടെ ഉണ്ടാവും. അവരുടെ കോണ്ടാക്ട് നമ്പർ മേടിക്കും, മെസ്സേജ് ചെയ്യും, അതൊക്കെ ചെയ്യും. പക്ഷെ എന്റെ ഹസ്ബൻഡിന് ഇപ്പോഴും അതിശയമായിട്ടുള്ള ഒരു കാര്യമാണ്, എങ്ങനെ ഈ 100 ദിവസം നിന്ന സ്ഥലത്തുനിന്ന് റോബിനെ മാത്രം പിക്ക് ചെയ്തിട്ട് ഞാൻ വന്നു എന്നുള്ളത്. സെലക്റ്റീവായി, ഭയങ്കര സെലക്റ്റീവായി ചൂസ് ചെയ്യായി. എന്തായിരിക്കാം? കണ്ടതെല്ലാം പൊയ്മുഖ. പാട്ടാണല്ലേ? അതായിരിക്കാം ഒരു റീസൺ. ഇന്നലെ തന്നെ ഇട്ട ഒരു പോസ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് ജൂലൈ 8 ആയിരുന്നു. ഡോക്ടർ ആരതിപ്പൊടിയുമായിട്ട് കണ്ടുമുട്ടിയിട്ട് 2 വർഷം തികഞ്ഞ ദിവസമായിരുന്നു. ഡോക്ടർ അതിനെക്കുറിച്ചുള്ള വീഡിയോ 2-3 എണ്ണം ചെയ്തിരുന്നാലും ഇന്ന് രാവിലെയാണ് ഡോക്ടർ അതിൻ്റെ ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്തത്. ആ പോസ്റ്റ് ഞാൻ ഇതോടൊപ്പം തന്നെ വെക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.